ഇന്ന് കേരളം ചർച്ച ചെയ്ത മറ്റൊരു വാർത്ത അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ ഒന്നാം പ്രതി പിടിയിലായി എന്ന് തന്നെയായിരുന്നു. കേരളത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസായിരുന്നു തൊടുപുഴ ന്യൂമാൻ കോളേജിൽ അധ്യാപകനായിരുന്ന പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിയ കേസ്. കേസിൽ 2 തവണയായി വിചാരണ നടക്കുകയും വിധി പറയുകയും 19 പ്രതികളെ കുറ്റക്കാരെന്ന് കണ്ടെത്തി NIA കോടതി ശിക്ഷിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സംഭവം നടന്ന അന്നു മുതൽ കേസിലെ ഒന്നാം പ്രതി സവാദിനെ കുറിച്ച് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. സവാദിനായി NIA കഴിഞ്ഞ 13 വർഷമായി രാജ്യത്തിനകത്തും പുറത്തും വലവിരിച്ചിരിക്കുകയായിരുന്നു. ഇയാൾ അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് കടന്നുകളഞ്ഞുവെന്ന വിവരങ്ങളൊക്കെ ഇടയ്ക്ക് പുറത്തു വന്നിരുന്നു. രാജ്യാന്തര അന്വേഷണം അടക്കം നടത്തിയെങ്കിലും ഇയാളെക്കുറിച്ച് കൃത്യമായ സൂചനകൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിരുന്നില്ല. ഒടുവിലിതാ കേരള പോലീസിന്റെ കൈയകലത്തു നിന്ന് സവാദ് പിടിയിലായിരിക്കുകയാണ്. കണ്ണൂർ മട്ടന്നൂരിൽ വെച്ചാണ് സവാദിനെ NIA സംഘം പിടികൂടിയിരിക്കുന്നത്. എങ്ങനെയാണ് ഇത്രയും നാൾ ആരുടെയും കണ്ണിൽപ്പെടാതെ സവാദിന് ഒളിവിൽ കഴിയാൻ സാധിച്ചത്? പിന്നീട് എങ്ങനെയാണ് സവാദ് പിടിയിലായത്? സവാദിന്റെ ഒളിവ് ജീവിതത്തെക്കുറിച്ചാണ് ഇനി കണ്ണൂരിൽ നിന്ന് സുനിൽ ഐസക് വിശദീകരിക്കും. പ്രമാദമായ കൈവെട്ട് കേസിലെ ഒന്നാം പ്രതി സവാദിനെ തേടി ദേശീയ അന്വേഷണ ഏജൻസികളടക്കം ഈ നാടൊട്ടുക്ക് അരിച്ചുപെറുക്കുമ്പോൾ സവാദ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ നാട്ടിൽ പോലീസിന്റെ കയ്യെത്തും ദൂരത്ത്. പല നാടുകളിൽ പല പേരുകളിലാണ് കഴിഞ്ഞ 13 വർഷം സവാദ് ഒളിവ് ജീവിതം നയിച്ചത്. ഒടുവിൽ സവാദിനെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്യുന്നത് മട്ടന്നൂർ പരിയാരത്തിനടുത്ത് ബേരം എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന്. പല ജാതിയിൽപ്പെട്ട, പല മതത്തിൽപ്പെട്ട, പല രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകൾ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു കുഞ്ഞു ഗ്രാമമാണ് ബേരം. അവിടെ പക്ഷേ ഇത്ര പ്രമാദമായ ഒരു കേസിലെ പ്രതി ഒളിവിൽ കഴിയുന്നു എന്നത് ആ നാട്ടുകാർക്ക് പോലും അവിശ്വസനീയമായ കാര്യമായിരുന്നു. ഈ നാട്ടിൽ സവാദിൻ്റെ പേര് ഷാജഹാൻ എന്നായിരുന്നു. മരപ്പണിക്കാരൻ്റെ വേഷത്തിലാണ് കഴിഞ്ഞ 2 വർഷക്കാലമായി സവാദ് ഈ നാട്ടിൽ ഒളിവ് ജീവിതം നയിച്ചത്. ഒപ്പം ഭാര്യയും 2 കുട്ടികളും. കാസർഗോഡ് സ്വദേശിനിയെയാണ് സവാദ് വിവാഹം ചെയ്തത്. ബേരത്തെ വാടക വീട്ടിലെത്തുമ്പോൾ സവാദിനൊപ്പം ഭാര്യയും ഒരു കുഞ്ഞും. പിന്നീട് ഇളയ കുട്ടി ഉണ്ടാവുന്നത് ഇവിടെ എത്തിയതിന് ശേഷമാണ്. 9 മാസം മാത്രമാണ് ആ കുഞ്ഞിൻ്റെ പ്രായം. പ്രദേശത്തുകാർക്കൊന്നും അത്രമേൽ പരിചിതനായിരുന്നില്ല സവാദ്. ഇരിട്ടിക്കടുത്ത് വിളയാങ്കോട് എന്ന സ്ഥലത്തു നിന്നാണ് സവാദ് 2 വർഷം മുമ്പ് ബേരത്തേക്ക് എത്തുന്നത്. ഇവിടെ ഖദീജ എന്ന ഒരു സ്ത്രീയുടെ ഉടമസ്ഥയിലുള്ള വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു സവാദ് എന്ന ഷാജഹാൻ, അല്ലെങ്കിൽ ഷാജഹാൻ എന്ന സവാദ്. പ്രദേശത്തെ വീടുകളിൽ മരപ്പണിക്ക് പോയി കുടുംബം പുലർത്തുന്ന ഒരു യുവാവ്. കാസർഗോഡ് സ്വദേശി എന്നാണ് നാട്ടുകാരോട് പറഞ്ഞിരുന്നത്. അതിനപ്പുറമൊന്നും നാട്ടുകാർക്ക് അറിയില്ല. മാത്രമല്ല സവാദ് ആളുകളോട് അത്രമേൽ അടുത്തിടപഴകുന്ന ഒരു സ്വഭാവവും ഉണ്ടായിരുന്നില്ല. കാണുന്നവരോട് അത്യാവശ്യം വർത്തമാനം പറയും, സ്വന്തം പണിക്ക് പോകും, തിരികെ വീട്ടിൽ വരും. അങ്ങനെ അടങ്ങിയും ഒതുങ്ങിയും കഴിഞ്ഞിരുന്ന പ്രകൃതം. കഴിഞ്ഞ 1 മാസത്തിലധികമായി മുഹമ്മദ് സർദാർ എന്നയാളുടെ വീട്ടിലാണ് സവാദ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. റിയാസ് എന്നൊരാളാണ് ഇവിടെ സവാദിനെ ജോലിക്ക് എത്തിച്ചതെന്നാണ് ഈ വീട്ടുടമ പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ സവാദുമായി ബന്ധമില്ലെന്നും വീട്ടുടമ പറയുന്നു. എന്തായാലും ഇന്ന് പുലർച്ചയോടുകൂടിയാണ് NIAയുടെ കൊച്ചിയിൽ നിന്നുള്ള പ്രത്യേക സംഘം സവാദിൻ്റെ വാടക വീട്ടിലെത്തുന്നത്. വീട്ടിൽ നിന്ന് സവാദിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതറിഞ്ഞ് പ്രദേശവാസികളായ ചില ആളുകൾ വീടിന് മുന്നിൽ എത്തിയിരുന്നു. അവരോടൊന്നും അറസ്റ്റ് എന്തിനെന്ന വിവരം NIA പങ്കുവച്ചില്ല. ഏതോ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റ് എന്നാണ് നാട്ടുകാർ ധരിച്ചിരുന്നത്. രാവിലെ മാധ്യമങ്ങളിൽ വാർത്ത വരുമ്പോഴാണ് ഇത്രമേൽ പ്രധാനപ്പെട്ട ഒരു കേസിലെ ഒന്നാം പ്രതിയായിരുന്നു സവാദ് എന്ന കാര്യം നാട്ടുകാരും അറിയുന്നത്. മുൻപ് പറഞ്ഞതുപോലെ കാസർഗോഡ് സ്വദേശിനിയായ ഒരു യുവതിയെയാണ് സവാദ് വിവാഹം കഴിച്ചിരുന്നത്. ഈ യുവതിക്കും അവരുടെ വീട്ടുകാർക്കും സവാദ് ഈ കൈവെട്ട് കേസിലെ ഒന്നാം പ്രതിയായിരുന്നു എന്ന വിവരം അറിഞ്ഞുകൂടായിരുന്നു എന്നാണ് ഈ യുവതി അയൽവാസികളായ സ്ത്രീകളോട് പറഞ്ഞത്. സംഭവം അറിഞ്ഞ് രാവിലെ കാസർഗോഡ് നിന്ന് യുവതിയുടെ സഹോദരങ്ങളെത്തി യുവതിയെയും 2 കുട്ടികളെയും അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇപ്പോൾ വാടക വീട് അടഞ്ഞു കിടക്കുകയാണ്. ഈ വരുന്ന 31-ാം തീയതി വരെ മാത്രമേ ഈ വാടക വീട്ടിൽ താമസിക്കുന്നുള്ളൂ എന്ന് വീട്ടുടമസ്ഥരോട് സവാദ് 2 ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു അത്രേ. അപ്പോൾ മറ്റൊരിടത്തേക്ക് മാറാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സവാദ് എന്ന് വേണം കരുതാൻ. സവാദിൻ്റെ കാര്യത്തിൽ ഇനിയുള്ള നിയമ നടപടികൾ എന്ത് എന്നതാണ് പ്രധാനപ്പെട്ട അടുത്ത ചോദ്യം.
നിലവിൽ കൈവെട്ട് കേസുമായി ബന്ധപ്പെട്ട് 2 ഘട്ട വിചാരണകൾ പൂർത്തിയായിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 18 പേരെ വെറുതെ വിട്ടു, 13 പേരെ ശിക്ഷിച്ചു. രണ്ടാം ഘട്ട വിചാരണയിൽ 11 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ 6 പേരെ ശിക്ഷിച്ചു, 5 പേരെ വെറുതെ വിട്ടു. ഒന്നാം പ്രതി സവാദിനെ അറസ്റ്റ് ചെയ്ത പശ്ചാത്തലത്തിൽ ഇനി പ്രത്യേക കുറ്റപത്രം കോടതിയിൽ NIA സമർപ്പിക്കും. അതിനുശേഷം സവാദിന് മാത്രമായി പ്രത്യേക വിചാരണ ഉണ്ടാകും. ശേഷമാകും കോടതിയുടെ വിധി. നീണ്ട 13 വർഷക്കാലം എങ്ങനെ സവാദിന് ഒളിവിൽ കഴിയാൻ സാധിച്ചു? ആരൊക്കെയാണ് സവാദിനെ സഹായിച്ചത്? അക്കാര്യങ്ങൾ കൂടി ഇനി NIA പരിശോധിക്കും. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കേരളത്തിലേറെ ചർച്ച ചെയ്ത വിവാദമായ കൈവിട്ട് കേസിന്റെ നാൾ വഴികളാണ്. എന്നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്, അതിന് പിന്നാലെ എങ്ങനെയായിരുന്നു അന്വേഷണവും ശിക്ഷാവിധിയും എന്നൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. 2010 ജൂലൈ 4-നാണ് പ്രൊഫസർ TJ ജോസഫിന്റെ കൈപ്പത്തി ഒരു സംഘം അക്രമികൾ വെട്ടിമാറ്റുന്നത്. 2010 മാർച്ചിൽ തൊടുപുഴ ന്യൂമാൻ കോളേജിൽ BCom മലയാളം ഇന്റേണൽ പരീക്ഷയുടെ ചോദ്യപേപ്പർ, ആ ചോദ്യപേപ്പറിലെ ചില ഭാഗങ്ങൾ വിവാദമാവുകയും ആ ചോദ്യപേപ്പറിൽ പ്രവാചക നിന്ദ നടത്തി, ആ ചോദ്യപേപ്പർ തയ്യാറാക്കിയത് പ്രൊഫസർ TJ ജോസഫ് ആയിരുന്നു. അപ്പോൾ പ്രവാചക നിന്ദ നടത്തി എന്നാരോപിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം കോളേജിനെതിരെയും അധ്യാപകനെതിരെയും ഉയർന്നു വരികയാണ്. അതിന് പിന്നാലെ ആദ്യം മതനിന്ദ ആരോപിച്ചുകൊണ്ട് പ്രൊഫസർ TJ ജോസഫിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയാണ്. അതിന് പിന്നാലെ TJ ജോസഫ് ഒളിവിൽ പോകുന്നു. പിന്നീട് മകനെ അടക്കം കസ്റ്റഡിയിലെടുക്കുന്ന സ്ഥിതിയുണ്ടായി. പിന്നീട് പോലീസിന് മുൻപാകെ TJ ജോസഫ് കീഴടങ്ങുന്നു. ശേഷം ജയിലിലേക്ക് പോകുന്നു, ജാമ്യം തേടി പുറത്തു വരുന്നു. അങ്ങനെ ജൂലൈയിൽ ഈ സംഭവം ഉണ്ടാവുകയാണ്. ഒരു സംഘം ആളുകൾ പള്ളിയിൽ പോയി തിരിച്ചു വരുന്നതിനിടെ ഒരു സംഘം ആളുകൾ വീടിന് സമീപത്തു വെച്ച് TJ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റുന്ന സ്ഥിതി ഉണ്ടാകുന്നു. അങ്ങനെ ആദ്യം ഈ കേസ് പോലീസ് അന്വേഷിക്കുന്നു, പിന്നീട് NIAക്ക് കൈമാറുകയാണ്. NIAയും ഈ കേസ് അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം NIA കുറ്റപത്രം നൽകിയത് 37 പേരെ പ്രതികളാക്കിക്കൊണ്ട് NIA കുറ്റപത്രം നൽകുകയാണ്. ആദ്യഘട്ടത്തിൽ അന്വേഷണത്തിൽ കസ്റ്റഡിയിലെടുത്ത പ്രതികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറ്റപത്രം നൽകുകയാണ്. അങ്ങനെ ആദ്യം 2015 ഏപ്രിൽ 30-ന് ആദ്യഘട്ട കുറ്റപത്രത്തിലെ പ്രതികളുടെ വിചാരണ പൂർത്തിയാക്കിയ ശേഷം NIA കോടതി വിധി പ്രസ്താവിക്കുകയാണ് ചെയ്തത്. വിധിയിൽ ഒന്നാം ഘട്ട വിചാരണ നേരിട്ട 13 പ്രതികളെ ശിക്ഷിക്കുകയാണ്, കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുകയാണ് ചെയ്തത്. 37 പ്രതികളിൽ വിചാരണ നേരിട്ട 37 പേരിൽ 13 പ്രതികളെ കോടതി ശിക്ഷിക്കുന്നു. പക്ഷെ തെളിവുകളുടെ അഭാവത്തിൽ 18 പേരെ വെറുതെ വിടുകയാണ് കോടതി ചെയ്തത്. അങ്ങനെ ഒന്നാം ഘട്ട വിചാരണ നേരിട്ടത് 11 പ്രതികൾ. അങ്ങനെ ഒന്നാം ഘട്ട വിചാരണ ശിക്ഷാവിധിക്ക് ശേഷം വീണ്ടും തുടരന്വേഷണം നടക്കുകയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ ഒളിവിൽ പോയ പ്രതികൾ പിന്നീട് പിടിയിലാകുന്നു. അങ്ങനെ രണ്ടാം ഘട്ട വിചാരണ നടക്കുന്നു. രണ്ടാം ഘട്ട വിചാരണ നേരിട്ടത് 11 പ്രതികളായിരുന്നു. ആ വിചാരണയ്ക്ക് ശേഷം ആദ്യഘട്ട വിചാരണയ്ക്ക് ശേഷം അറസ്റ്റിലായവരുടെ വിചാരണയാണ് പിന്നീട് നടന്നത്, രണ്ടാം ഘട്ട വിചാരണയിൽ നടന്നത്. അങ്ങനെ രണ്ടാം ഘട്ട വിചാരണ പൂർത്തിയായത് 13 വർഷങ്ങൾക്ക് ശേഷം. ഈ സംഭവം നടന്ന 13 വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടാം ഘട്ട വിചാരണയടക്കം പൂർത്തിയാകുന്നത്. അങ്ങനെ 2023 ജൂലൈ 11-നാണ് രണ്ടാം ഘട്ട വിധി NIA കോടതി പ്രസ്താവിക്കുന്നത്. ആ വിധിയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. 6 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് NIA കോടതി വിധിക്കുകയാണ്. അതുപോലെ തന്നെ 6 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് വിധിച്ചപ്പോൾ തന്നെ 5 പേരെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിടുകയും ചെയ്തു. അതിൽ തന്നെ 2, 3, 5 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് NIA കോടതി വിധിച്ചത് എന്നതാണ്. സജിൽ, നാസർ, നജീബ് എന്നിവർക്കാണ് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത്. ഇവർ ഈ സംഭവത്തിൽ ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികളായിരുന്നു. മറ്റു പ്രതികൾക്ക് 3 വർഷം തടവും അതുപോലെ തന്നെ പിഴയുമാണ് NIA കോടതി ശിക്ഷ വിധിച്ചത്. അങ്ങനെ രണ്ടാം ഘട്ട വിചാരണയ്ക്ക് ശേഷം വിധി പ്രസ്താവിക്കുന്നു. ഇപ്പോഴിതാ ആ സമയത്തൊക്കെ ഒന്നാം പ്രതിയായ സവാദ് ഒളിവിലായിരുന്നു. എവിടെയാണ് എന്ന ഒരു വിവരവും അന്വേഷണ സംഘത്തിന് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സവാദ് കൂടി പിടിയിലായിരിക്കുകയാണ്. സുനിൽ ഐസക് പറഞ്ഞതുപോലെ ഇനി സവാദിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഒരു കുറ്റപത്രം കോടതിയിൽ നൽകേണ്ടിയിരിക്കുന്നതിന് ശേഷം സവാദിന്റെ വിചാരണ നടക്കണം, വിധി പ്രസ്താവിക്കണം. ഒരുപക്ഷെ മറ്റൊരു കേസിലും ഇങ്ങനെ 3 ഘട്ട വിചാരണയും അന്വേഷണവും നടന്നിട്ടുണ്ടാകില്ല. അത്രയധികം പ്രത്യേകതകൾ നിറഞ്ഞ ഒരു കേസായി മാറുകയാണ് കേരളത്തിൽ പ്രൊഫസർ TJ ജോസഫിനെ കൈവെട്ടിയ കേസ് എന്നതാണ്.